ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആലോചിച്ച് അത് ചെയ്യണോ വേണ്ടായോ എന്നൊക്കെ പറഞ്ഞ് കുറേ കൺഫ്യൂഷനിലിരുന്നിട്ട് ലാസ്റ്റ് എന്തായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസോടു കൂടി ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് എന്നുള്ള രീതിയിലോട്ട് ഒരു കാൽവയ്പ്പാണ്. അപ്പം എൻ്റെ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് ഇന്നാണത് കിട്ടിയത്. അപ്പോൾ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഭഗവാന്റെ മുന്നിൽ വെച്ച് വിളക്കൊക്കെ കത്തിച്ച്, കാരണം ആദ്യമായിട്ടൊരു തുടക്കം ഇടുമല്ലോ, അപ്പം പ്രാർത്ഥിച്ചിട്ടൊക്കെ ആകാം എന്ന് വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് ബണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കുറേ ഇത് എവിടെ നിന്ന് എങ്ങനെ തുടക്കം ഇടണം എന്നൊക്കെ ആലോചിച്ച് ആണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഒരിടത്തു നിന്ന് കിട്ടിയത്. നമ്മുടെ എറണാകുളത്ത് ഒരിടത്തു നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അവർ പിക്സ് എല്ലാം അയച്ചു തന്നു. അതെല്ലാം കണ്ടു. ഞാൻ ഒരു 15 പീസിനാണ് ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം മെറ്റീരിയൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ലാതാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. അപ്പം ഇതെങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വരട്ടെ, പ്രോഡക്റ്റ് വന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കാത്തിരുന്നാണ് അപ്പോൾ ഇന്ന് എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടാണല്ലോ നമുക്ക് എന്താ പറയുന്നത് കുറച്ചും കൂടി ഉയരത്തിലൊക്കെ എത്താൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. ഒരു 15 പീസ് എന്നുള്ള ഓരോരോ മൂന്ന് നൈറ്റീസ് വീതം ഓരോരോ പാക്കിലായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാനത് കവറെല്ലാം ഓപ്പണാക്കി നൈറ്റി എല്ലാം പുറത്തെടുത്ത് വെച്ചു. നല്ല മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ തന്നെയാണ്. പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പ്യുവർ കോട്ടണാണ്. നമുക്ക് കാണിച്ച കളറൊക്കെ തന്നെ ആണെങ്കിൽ ഒരു ശകലം ഡിഫറൻസ് പോലും ഇല്ല. കറക്റ്റ് അത് തന്നെയാണ്. സൂപ്പർ കളറാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് സാധാരണ നൈറ്റി, ഫ്രോക്ക് നൈറ്റി, കഫ്താൻ നൈറ്റി, ഇത് ഇത്രയുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിത്രയും ഞാൻ ഓരോന്ന് വീതം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് XXL സാധാരണ ഒരു പ്ലെയിൻ നൈറ്റിയാണ്, ജസ്റ്റ് ചെറിയ പ്ലീറ്റഡ്. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പറാണ്, നല്ല സ്റ്റിച്ചിങ്ങാണ്. നമ്മളെ പ്യുവർ കോട്ടൺ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്ക് നൈറ്റിയാണ്. ഈ ഫ്രോക്ക് നൈറ്റി XXL ആണ്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജസ്റ്റ് വള്ളി അത് ഉണ്ട്. നല്ല സ്റ്റിച്ചിങ്ങാണ്. ആ താഴെയൊക്കെയാണെങ്കിൽ ആ ഫ്ലെയർ പോലെ കിടക്കുന്നതൊക്കെ നല്ല സ്റ്റിച്ചിങ്ങാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കഫ്താൻ നൈറ്റിയാണ്. കഫ്താൻ്റെ അതും സ്റ്റിച്ചിങ്ങൊക്കെ സൂപ്പറാണ്. പിന്നെ ആ നടുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു ടാഗ് പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. കാരണം നമ്മുടെ ഈ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ എടുത്ത നൈറ്റീസിൻ്റെയൊക്കെ ഓരോ ഇത് ഞാൻ കാണിച്ചു തരാം. അത് കഫ്താൻ നൈറ്റി ആയിരുന്നു, ലാർജ്. ഇത് XXL കഫ്താൻ നൈറ്റിയാണ്. ഇത് ഫ്രോക്ക് നൈറ്റിയാണ്, XXL ഫ്രോക്ക് നൈറ്റിയാണ്. ഇതും XXL ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് ലാർജ് സൈസ് നോർമൽ നൈറ്റിയാണ്, അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നോർമൽ നൈറ്റി. അത് XXL ആണ്, XXL നോർമൽ നൈറ്റി. ഇത് ഫ്രോക്ക് നൈറ്റിയാണ്, XXL. ഇതും XXL ഫ്രോക്ക് നൈറ്റിയാണ്. അത് XL ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് ലാർജ് സാധാരണ നൈറ്റി. അതും ലാർജ് സാധാരണ നോർമൽ നൈറ്റി. എല്ലാം പ്യുവർ കോട്ടൺ ആണ്. മെറ്റീരിയൽ സൂപ്പറാണ്, അതിൻ്റെ സ്റ്റിച്ചിങ് സൂപ്പറാണ്. ഇത് നോർമൽ നൈറ്റിയാണ്. ഇത് XXL നൈറ്റി. ഇത് ഫ്രോക്ക് നൈറ്റി XXL. ഇത് കഫ്താൻ നൈറ്റിയാണ്, ലാർജ്.